നമസ്കാരം ഗായ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ്. ഒരു ഉത്തരേന്ത്യൻ സ്റ്റൈലിലെ ഒരു ചിക്കൻ കറിയാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനു വേണ്ടി ഞാൻ രണ്ട് മീഡിയം സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് ഇത്രയും വലിയ കുടം വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ മല്ലിയില, പുതിനയില, പച്ചമുളക്, തക്കാളി വേണ്ടവർക്ക് ചേർക്കാം, ഒരു ചെറിയ 2 എണ്ണം ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട, ഓപ്ഷൻ. ഓക്കെ, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കും. ഓക്കെ ഗൈസ്, നോക്കൂ ഗൈസ്, ഞാനിത് അരച്ച് നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ. ഇനി നമുക്ക് ചട്ടി വെച്ചു. ഇനി ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിടാം. ചിലരൊക്കെ കടുകിടത്തില്ല, ഞാൻ കടുകിടും. കുറച്ച് കടുക്, ഒരു കുഞ്ഞ് 1/4 സ്പൂൺ കടുക്, ഒരു 1/4 സ്പൂൺ ഉലുവ. ഉലുവയൊക്കെ ഞാൻ ഇടുന്നതാണ് കേട്ടോ, ഓപ്ഷൻ. കാരണം നമുക്ക് ഉലുവയൊക്കെ ശരീരത്തിൽ ചെല്ലുന്ന നല്ലതാണ്. പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ച മിക്സ് ചേർക്കാം. അരപ്പ് ചേർത്ത് ഇനി നന്നായിട്ട് ഇളക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടു ഗൈസ്. ഇനി ഇത് എണ്ണ തെളിയുന്നിടം വരെ ഇളക്കി കൊണ്ടുവരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി കാശ്മീരി അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാണ് ഞാൻ. കാശ്മീരിയാണ്, എരിവില്ല. പിന്നെ ഒരു 3/4 സ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കണം. നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇടുകയാണ്. ഈ ചിക്കൻ ഞാൻ മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടിയല്ല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്ത് ഇത്തിരി 10-15 മിനിറ്റ് മിക്സ് ആക്കി വെച്ചതാണ്. പുരട്ടി വെച്ചിരുന്നത്. ഇത് നന്നായിട്ട് ഇളക്കണം. നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു
ആ മിക്സി കഴുകിയതും കൂടി ചേർത്ത് ഞാനൊരു 3 ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. നല്ല കുറുകിയ, കാരണം സവാളയും നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പുതിനയിലയും മല്ലിയിലയും എല്ലാം കൂടെ അരച്ചത് കൊണ്ട് ഇതിനകത്തിൽ ഒന്നും പെറുക്കി കളയാനില്ലെന്നുള്ളതാണ് സത്യം. ഇത് കുട്ടികൾക്കായാലും അകത്ത് ശരീരത്ത് പുതിനയില എല്ലാ ഇലകളും ചെല്ലുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കൂടി ഒരു 2-3 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്ക്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു, നല്ല കറക്റ്റ് പാകമായി. ഇനി നമ്മൾ കുറച്ച് മല്ലിയില തൂവി കൊടുക്കണം. ഇതിൽ കുറച്ച് 2-3 കരിയാപ്പിലയും കൂടെ അങ്ങ് ഇട്ടു. ഇവിടുത്തുകാർ കരിയാപ്പില എല്ലാം കുറേ പേര് ഉപയോഗിക്കുക, എന്നാൽ കുറേ പേര് ഇടത്തുമില്ല, അങ്ങനൊന്നും ഇല്ല. ഇപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നവരുണ്ട്. ഓക്കെ, നമ്മുടെ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരണ്ടേ. ഓക്കെ, അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ഒന്ന് എല്ലാവരും വെച്ച് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി.